ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോൾ അച്ഛൻ പറയും ഇപ്പം ഇറങ്ങിയ ഡ്രസ്സ് മേടിക്കാൻ കൊണ്ടുപോകാം പിന്നെ ആകുമ്പോൾ കൊണ്ടുപോകത്തില്ല അത് 7 മണിക്ക്. പിന്നെ വന്ന ക്ഷീണമൊക്കെ മാറാൻ ഇരിക്കാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല ഗായ്സ്. ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കാട്ടാക്കട. അവിടെ പുതിയൊരു രാമേന്ദ്ര വന്നു, അങ്ങോട്ടാണ് പോയി അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബോധം വന്നത് എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്ന്. ഒടുക്കത്തെ തിരക്കും. പിന്നെ കളക്ഷൻ ഉണ്ടോയെന്നായിട്ട് അത്യാവശ്യമുള്ള കളക്ഷൻ ഉണ്ട്, എന്നാലും ഭയങ്കര കളക്ഷനൊന്നുമില്ല. ആദ്യം തന്നെ വാമിക്കുള്ള ഡ്രസ്സാണ് പോയി നോക്കിയത്. അവൾ സെലക്ട് ചെയ്ത ഡ്രസ്സാണ് അവൾക്ക് എടുത്തത്. കാരണം നമ്മൾ സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഡ്രസ്സ് അവൾക്ക് കൊണ്ട് കൊടുത്ത് ആ പെണ്ണ് ഇടത്തില്ല. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുത്ത് നമ്മൾ ജെൻസിൻ്റെ സെക്ഷനിലോട്ട് പോയി. കാരണം അച്ഛനും ചേട്ടനും കൂടെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നമുക്ക് കിട്ടിയില്ല. ചേട്ടനുള്ള ഡ്രസ്സ് കിട്ടി, അച്ഛനുള്ള ഡ്രസ്സ് കിട്ടിയില്ല. ഞാൻ എൻ്റെ ബാഗും ചേച്ചിയുടെ ബാഗും എല്ലാ ബാഗും കൂടെ ഞാൻ ചുമക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അടുത്തുള്ളൊരു കടയിൽ പോയി. അതും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഭയങ്കര തിരക്ക്, ഓണത്തിൻ്റെ തിരക്കാണ്, അല്ലാണ്ട് വേറെ എന്ത് തിരക്കാണ് അവിടെയൊക്കെ ഉള്ളത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. പിന്നെ സീറ്റ് കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. വാമി ഭയങ്കര ഒരു ജാട ലുക്കിലാണ് ഇരിക്കുന്നത്. വീട്ടിൽ നിന്ന വേഷത്തിലോ എടുത്തുകൊണ്ട് വന്നേനെ. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് എത്തി. കുറേ നാളിന് ശേഷമാണ് ബെറോട്ടയും പനീർ കറിയും കഴിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ പനീറും ബെറോട്ടയൊക്കെ വെച്ച് കഴിച്ചു. ഞാനിപ്പോൾ ഫുഡ് കുറച്ച് വരെയാണ്. കാരണം ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നുള്ളത് പോലെ എനിക്കൊരു ഫീൽ വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ഫുഡൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു. അമ്മ പിന്നെ വെളിയിൽ വന്നാൽ അങ്ങനെ ചിലപ്പോഴേ ഫുഡുകൾ കഴിക്കത്തുള്ളൂ. അമ്മ അങ്ങനെ ഫാസ്റ്റ് ഫുഡ് അത്രയ്ക്ക് കഴിക്കാറില്ല. ഞാനും ചേച്ചി പിന്നെ അതിൻ്റെ ഒരു ആൾക്കാർ തന്നെയാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും നമുക്ക് നടന്നു പോയാലേ നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തത്തുള്ളൂ. പിന്നെ നമ്മൾ രാമേന്ദ്രയ്ക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പിന്നെ വീട്ടിലോട്ട് വിട്ടു ഗൈസ്.